ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു 5:30 AM റുട്ടീൻ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനുള്ള മാവ് ഞാനൊന്ന് അരച്ച് വയ്ക്കുകയാണ്. ഞാൻ സാധാരണ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് വെള്ളയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാറ്. 2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരുവേത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. 2 കപ്പ് ചോറ് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓരോ കപ്പ് വീതം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. 2 കപ്പ് ഞാൻ എടുത്തത് കാര്യം 25 വെള്ളയപ്പത്തോളം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അളവിൽ എടുക്കുന്നത്. ഇതിന് പകുതി എടുത്താൽ ഒരു 12 എണ്ണമൊക്കെ ഏകദേശം കിട്ടും. ഇതിലേക്ക് ഞാനൊരു 10 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കപ്പ് പച്ചരി ഇതിന് പകരം ഇടുക. 2 കപ്പ് നാളികേരം, 2 കപ്പ് ചോറ്. ഇനി കുറവ് മതിയെങ്കിൽ അല്ല 1 കപ്പ് എടുത്താൽ മതി. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ പച്ചരിയാണെന്നുണ്ടെങ്കിൽ അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അരി കഴുകി എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തേക്കണോണ്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് രാവിലെയാണ് ഇത് അരയ്ക്കുക മിക്സിയിൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 മണിക്കാണ് ഞാനിതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ ഒരു 6 മണി ആകുമ്പോൾ ഞാൻ ഇത് നന്നായി അരച്ച് മാക്സിമം 1 മണിക്കൂർ അതിന് ശേഷം വെച്ചിട്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കാറ്. അങ്ങനെ സമയം രാവിലെ 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 6 മണിയാവും ഞാൻ അടുക്കളയിലോട്ട് വരണമെങ്കിൽ. കാരണം എഴുന്നേറ്റ് ഒന്ന് റെഡിയായി പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് അങ്ങനെ എഴുന്നേറ്റ പാടെ അടുക്കളയിൽ വന്ന് പണി ചെയ്യാൻ എന്തോ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് സെറ്റ് ആവാൻ ഒരു അരമണിക്കൂർ എനിക്ക് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയായി വന്ന് ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഈസ്റ്റ് ചേർത്തേക്കണോണ്ട് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കണേ. അരച്ചെടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളം തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളം ചേർത്ത് ആദ്യം കുറച്ച് കട്ടിയിൽ അരച്ചെടുത്തു. അതിന് ശേഷമാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെള്ളയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണേ. അപ്പോൾ അത്യാവശ്യം കട്ടി കുറവിലാണല്ലോ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുക. ആ രീതിയിൽ ഇത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ മാക്സിമം ഇതിങ്ങനെ വീർത്ത് വരണ്ടേ. അത് ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. മാക്സിമം 1 മണിക്കൂർ മതിയാവാറുണ്ട്. അത് വെക്കുകയാണ്, അത് വീർക്കട്ടെ. ഇനി പെട്ടെന്ന് വീർക്കാത്ത അല്ലെങ്കിൽ ചൂടില്ലാത്ത ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാറ് വെള്ളം നന്നായി തിളപ്പിച്ച് വേറൊരു പാത്രത്തിൽ തിളപ്പിച്ച് എടുക്കും. എന്നിട്ട് അതിൻ്റെ ആവിയുടെ മുകളിൽ ഈ പാത്രം കയറ്റി വയ്ക്കും. അപ്പോൾ ആവി കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് കിട്ടും. വെള്ളം സ്റ്റൗമ വയ്ക്കരുത് കേട്ടോ. സ്റ്റൗമ വെച്ച് തിളപ്പിച്ച ശേഷം എടുത്ത് വെച്ചിട്ട് ആവിയിൽ മുകളിൽ ഇങ്ങനെ വെക്കുക. അതിൻ്റെ അളവിനൊരു പാത്രം സെറ്റാക്കാം. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കറിയുടെ കാര്യങ്ങളുടെ ഇതൊക്കെ എടുക്കാം. ചാള നമ്മൾ മേടിച്ചിട്ട് അത് നന്നാക്കി വെച്ചിട്ടുണ്ട്. വല്ലാതെ വലിപ്പമുള്ള ചാളയില്ല കേട്ടോ, ഒരു മീഡിയം സൈസൊക്കെ ഉള്ളൂ. നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ കൂട്ടി നമ്മൾ തലേദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികൾ ഈസി ആയിരിക്കും രാവിലെ കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് അത് ഞാൻ കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉപ്പേരിക്ക് അങ്ങനെ അരിഞ്ഞ് വെക്കാറില്ല, പക്ഷേ ഇന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇന്ന് ചേർക്കണത് കുറച്ച് കുറഞ്ഞു പോയി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ നന്നാക്കി വെക്കും. വെറുതെ ഇരിക്കുന്ന നേരത്തൊക്കെ ഇങ്ങനെ നന്നാക്കി കുറച്ച് ഇങ്ങനെ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കും. തലേദിവസം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഞാൻ ഇനി ചോറ് വെക്കാൻ പോവാണ്. ചോറ് ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത്. 5 ലിറ്ററിൻ്റെ വലിയ കുക്കറാണ്. അപ്പോൾ അതിൽ ഞാൻ 3 കപ്പ് അരിയാണ് മാക്സിമം അതിലിടാൻ പറ്റുള്ളൂ. 3 കപ്പ് അരി ഞാൻ തലേദിവസം അതിൽ വെറുതെ ഇങ്ങനെ ഇട്ട് വെക്കും. രാവിലെ വരുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വെക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാലും തെറ്റില്ല. വെച്ചിട്ടാണ് ഞാൻ അരി കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ അതിനായിട്ട് അവിടെ വെച്ചിട്ട് ഇനി അത് വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഞാൻ സ്റ്റൗവിൽ വെച്ചാൽ ഒരു 3 വിസിൽ നമ്മൾ മേടിക്കുന്ന ഒരു അരിയുടെ പോലെ ഇരിക്കും. എന്നാലും ഒരു 3 വിസിലൊക്കെ ഏകദേശം മതിയാവും. കാരണം 3 വിസിൽ അടിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമൊക്കെ ഞാൻ കുക്കർ തുറക്കാറ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തെടുക്കുമ്പോൾ അരി അങ്ങനെ വേവ് കൂടാതെ നല്ല കറക്റ്റ് കിട്ടാറുണ്ട്. അത് കറക്റ്റ് ടൈമിന് എടുക്കണം. അതുപോലെ വിസിൽ കുറേ കൂടിപ്പോയാൽ കുറേ നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാലൊക്കെ അരി വെന്ത് ആകുതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ചിലവർക്കൊക്കെ കുക്കറിൽ വെച്ച് ചോറ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നു. പിന്നെ നമ്മളും പണ്ട് ആദ്യം വിറകടുപ്പിൽ വെച്ചിട്ടൊക്കെ തന്നെ ചോറ് വെച്ചിരുന്നത്. പക്ഷേ വിറകൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പതുക്കെ പിന്നെ ഇങ്ങനെ കുക്കറിലോട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തേതിലേക്കൊക്കെ മാറിയതാണ്. പിന്നെ ടൈമും നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇനി ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടിക്കൽ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ തീർന്നു. ഞാൻ ആദ്യം തന്നെ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുഴുവൻ മസാലകൾ ഒരു 6 ഏലക്കായ, 1 പീസ് പട്ട, ഒരു 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 7-8 അല്ലി വെളുത്തുള്ളി, ഇത് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും കൊടുക്കും കേട്ടോ. വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് അതാണ് ചേർത്തിരിക്കുന്നത്. മുളക് എരിവനുസരിച്ച് നോക്കി ചേർക്കുക. ഇതൊന്ന് ചൂടായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഞാനിതിലേക്ക്
ഒരു സവാള ചോപ്പ് ചെയ്തത് കനം കുറച്ച് ചോപ്പ് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ മീൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. കാരണം സ്റ്റൗ ഇങ്ങനെ കാലിയാക്കി വെക്കേണ്ട, പരമാവധി അതിലൊക്കെ ഐറ്റംസ് വെച്ചാൽ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും. അപ്പം ഞാൻ അവിടെ മീൻ കറിക്ക് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലിനി സവാളയും അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാവണ നേരം കൊണ്ട് ഇവിടെ സവാള വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ച കയ്യിലേക്ക് ചേർത്ത് കൊടുത്തു. അവിടെ എണ്ണ ചൂടായപ്പോൾ അപ്പുറത്ത് ഞാൻ സവാള, ഇഞ്ചിയുടെ പേസ്റ്റ് ഇത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഇങ്ങനെയല്ല, നമ്മളല്ല മീനും സവാള എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുക. ആ രീതിയിൽ വ്യത്യാസമായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. സ്റ്റൂവിലേക്കുള്ള വെജിറ്റബിൾ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒരു 3 വിസിലടിച്ചിട്ട് വേവിക്കുകയാണ്. ഒന്ന് വെന്തുടയണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ സാധാരണ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെക്കുമ്പോൾ തേങ്ങാപ്പാലിൽ തന്നെയാണിത് ഫുള്ളായിട്ടും നമ്മൾ വേവിക്കുന്നതും, അതേ തേങ്ങയുടെ 2ാം പാൽ ഉപയോഗിച്ചാണ് വേവിക്കുന്നതെല്ലാം ചെയ്യാറ്. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ വെള്ളയപ്പത്തിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഈസിയാണ്, കുറച്ച് തേങ്ങയും മതി. അത് മാത്രമല്ല നാളികേരമൊക്കെ കുറവുള്ളവർക്ക് ഇത് എളുപ്പമാണ്. ഇനി ഞാൻ അപ്പുറത്ത് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ മീനിന് വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ ഒരു പഴുത്ത തക്കാളി ചേർത്തതും കൂടി നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇവിടെ ഞാൻ മീൻ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നാളികേരത്തിൻ്റെ അരപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പ് മീൻ കറിയുടെ അനുസരിച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മൾ എടുക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 6 ചുവന്നുള്ളിയും കൂടി ചേർത്ത് ആദ്യം ഇത് മാത്രം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. അപ്പോൾ നന്നായിട്ട് പൊടിയും. അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. തരി പോലെ മാക്സിമം നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു സവാളയും തക്കാളിയും വഴട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മുടെ കറിയുടെ ചാറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി കുടപ്പുളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 3 പീസ് പുളിയുടെ അതനുസരിച്ച് ചേർക്കാം. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളി നന്നായി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മീൻ ഇട്ടാൽ മതി. കാരണം മീൻ ഇട്ടാൽ മാക്സിമം ഒരു 5 മിനിറ്റ് മതി, അത്രയും പെട്ടെന്ന് വേവും. ചാള ആയതുകൊണ്ട് ചെറുതുമായതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ സൈഡിലുള്ളതൊന്ന് കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകി കഴിഞ്ഞപ്പോഴേക്കും ദേ ഇവിടെ തിളച്ചു. നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇപ്പോൾ കിട്ടുന്നത് ഇതിനെക്കാട്ടും ചെറിയൊരു ചാള ഒരു വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പീര പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, നാളികേരമൊക്കെ ചേർത്തിട്ട്, അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലാതെ കറി വെക്കാൻ അത്രയ്ക്ക് ഇതില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ല. അങ്ങനെ അവിടെ സൈഡിൽ കുക്കർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മീൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ ചുവന്നുള്ളി കാഴ്ച ഒഴിച്ചാൽ മതി, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ കറികൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടം. കാരണം ഈ നാളികേരം അരച്ച് ചേർക്കുന്ന കാരണം തേങ്ങാപ്പാൽ ചേർക്കുന്ന ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടി നാളികേരത്തിൻ്റെ ഒരരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ്. ഇതിനായിട്ടൊരു 3/4 കപ്പ് നാളികേരം ചെരുവിയത് ഞാൻ ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു, പൊടിച്ചു. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. കുറച്ച് പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നാളികേരത്തിൻ്റെ അരപ്പ് അതിലേക്ക് ചേർത്ത് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നാളികേരത്തിന് ഇങ്ങനെ തരി പോലെ മുകളിൽ ഇങ്ങനെ കാണാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുഴുവൻ കുരുമുളക് ചേർക്കുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കടിക്കുമ്പോൾ അത് പിന്നെ എരിവ് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കണം. അപ്പോൾ കറിക്ക് കളർ വ്യത്യാസം വരും. എന്നാൽ വൈറ്റ് കളർ പോലെ ഇരിക്കുന്ന വെജിറ്റബിളിനെക്കാട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ടേസ്റ്റ് അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾ തേങ്ങാപ്പാലിലാണ് സ്റ്റൂ ഉണ്ടാക്കിയെങ്കിൽ പോലും കുറച്ച് നാളികേരം ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിന് നല്ല തിക്നെസ് കിട്ടും. വേറെ ഒന്നും തിക്നെസ്സിന് വേണ്ടി ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ മീൻകറി ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി വഴറ്റി ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും കാര്യങ്ങളും കിട്ടും. ഇനി അതങ്ങനെ ഇരുന്നാൽ നല്ല ടേസ്റ്റ് ആവും. മീൻ കറി ഇങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം, മീൻ വറുക്കാനും ഉണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മീൻ വറുക്കാനുള്ളത് ഞാൻ ഒന്ന് പുരട്ടി വെക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല കുറച്ച് ഞാൻ ചേർക്കാറുണ്ട്. അത് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നൊരു പേസ്റ്റ് പോലെ ആക്കി അതിലേക്ക് മീൻ പുരട്ടിയെടുക്കുകയാണ്. ഇനി കുറച്ചുകൂടി ലാവിഷായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കും, കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ടും ചെയ്യാറുണ്ട്. എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുള്ളൂ. മീൻ വരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ ചേർത്ത് പുരട്ടി വെക്കുകയാണ്. അപ്പം ഞാൻ പരമാവധി കാലത്ത് ചെയ്യുമ്പോൾ തന്നെ മീൻ വറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാലത്ത് ചെയ്ത് വയ്ക്കും കേട്ടോ. കാരണം വൈകുന്നേരത്തേക്കുള്ളത് വൈകുന്നേരം ചെയ്യുള്ളൂ. മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് ഫ്രഷായി സെറ്റാവും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് മുമ്പ് ചെയ്യുമ്പോൾ പിന്നെയും മീൻ വറുക്കാനും എനിക്ക് അടുക്കളയിൽ ഇങ്ങനെ ചെയ്യാനും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കുകയാണ്.
ഇനി ഞാൻ ക്യാരറ്റിൻ്റെ ഉപ്പേരി വേഗം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കടുക് പൊട്ടിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു, ക്യാരറ്റ് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് വിലക്കുറവിന് കിട്ടി. ഭയങ്കര കുഞ്ഞി ക്യാരറ്റായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കുറവിന് കിട്ടിയത്. അപ്പോൾ കുറച്ച് അധികം മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് അധികം എടുക്കണമായിരുന്നു, എന്നാലേ കുറവിന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് കുറേ ക്യാരറ്റ് ആയതുകൊണ്ട് പല കറികളിലും ഉപ്പേരിയൊക്കെ ക്യാരറ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ തേങ്ങ ചേർക്കണം. പിന്നെ ഇങ്ങനെ വെച്ചത് പെട്ടെന്ന് വേവില്ല, അതുകൊണ്ട് ലേശം വെള്ളവും തളിച്ച് കൊടുക്കണം. എന്നാലും അതിപ്പോൾ മൂടി വെച്ചൊന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് ഇവിടെ സൈഡിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. മക്കൾ സ്കൂളിലേക്ക് സാധാരണ മീൻ കറി അങ്ങനത്തെ അങ്ങനെ കൊണ്ടുപോകാറില്ല. കാരണം പ്രത്യേകിച്ച് ചാളയൊക്കെ ആകുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് മീൻ കറി അതുപോലെ ചിക്കൻ്റെ ഐറ്റംസും സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ല. കൂടുതലും വെജിറ്റബിൾ കറികൾ അങ്ങനത്തെ മാത്രമാണ് കൊടുത്തയക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇന്നിപ്പോൾ വെള്ളയപ്പം വെജിറ്റബിൾ സ്റ്റൂ ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് മോൾ അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്കത് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അവളത് കൊണ്ടുപോകും. അല്ലെങ്കിൽ ചോറും വീട്ടിലെന്ത് കറി വയ്ക്കണം അതാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇന്ന് വെള്ളയപ്പം കറിയാണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാരറ്റ് ഉപ്പേരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ ഇവിടെ വേഗം വെന്ത് സെറ്റായിട്ട് വരുന്നുണ്ട്. കാരണം അധികം വലിപ്പില്ലാത്തതുകൊണ്ട് വേഗം തന്നെ വറുത്ത് കിട്ടി. അങ്ങനെ നമ്മുടെ ഉപ്പേരി ഏകദേശം സെറ്റായി, മീൻ കറി സെറ്റായി. മീൻ വറുത്തത് ലാസ്റ്റ് ഞാൻ വറുത്ത് അതൊരു ബൗളിലാക്കി വെക്കുകയാണ്. ചോറ് ആ നേരം കൊണ്ട് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പം മീൻ വറുത്തത് ഇങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് വെക്കണത്. അങ്ങനെ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെള്ളയപ്പം ഉണ്ടാക്കലാണ്. അപ്പോൾ അത് ചേട്ടനാണ് ഉണ്ടാക്കി തരുന്നത് അവിടെ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഇങ്ങനത്തെ രാവിലത്തെ നല്ല തിരക്കുള്ള സമയമാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടും അതെ, ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ചേട്ടൻ വർക്കിന് പോകുമ്പോഴൊക്കെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ ചേട്ടൻ അങ്ങനെ വരും. അപ്പോൾ അത് വലിയൊരു ഹെൽപ്പാണ്. അപ്പോൾ ഇപ്പോഴും ചേട്ടന് ജോലി ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ വന്ന് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ എന്നെ സഹായിക്കും കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ ഇപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുക, ഇഡ്ഡലി, ദോശ, നൂലപ്പം, പുട്ട് അങ്ങനത്തെ ഐറ്റംസ് ആ സെക്ഷൻ ചേട്ടൻ ചെയ്യും. കറികൾ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ടെക്നിക്സ് ഉണ്ട്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് പണികൾ തീർക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ 2 വെള്ളയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെള്ളയപ്പം ഉണ്ടാക്കി കഴിയും, ഒറ്റ ഇതിന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പുട്ടുകൂടായാലും 2 എണ്ണം ഉണ്ട്. ഇഡ്ഡലി പാത്രം ആണെങ്കിൽ 20 എണ്ണം ഒറ്റ ഇതിന് വെക്കാൻ പറ്റുന്ന ഇഡ്ഡലി പാത്രം. അപ്പോൾ നമുക്ക് ഒരു 2 ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ദോശക്കല്ലാണെങ്കിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ടൈം അനുസരിച്ച് നോക്കി ഓരോന്നും ഇങ്ങനെ വേഗം ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഈസി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ സാധാരണ നമ്മളൊക്കെ തുണി പിടിച്ചിട്ടാണല്ലോ വെള്ളയപ്പച്ചട്ടിയുടെ ഹാൻഡിലുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂട് വന്നോളം ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം ഇരിക്കുമ്പോൾ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ കട്ടിയുള്ളൊരു വുള്ളൻ ടൈപ്പ്, വുള്ളനല്ല ഒരു കോട്ടൺ ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡിലുമ്പോൾ പിടിക്കാൻ നല്ല സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതൊന്നും ഇട്ടിട്ട് പണി ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാനിതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ വേറെ വല്ലതൊക്കെ ചെയ്യാൻ പോകും. പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ സെറ്റിങ്സ് ആയിട്ടൊക്കെ ചെയ്യാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും ക്ഷമയൊന്നുമില്ല. ചേട്ടനാണെങ്കിൽ അത്യാവശ്യം ക്ഷമയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചേട്ടൻ സാധാരണ ഇങ്ങനത്തെ ഗ്ലൗസ് ഉപയോഗിക്കാറ് ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ, മരത്തിൻ്റെ പണികൾ, പിന്നെ ടൂൾസ് വെച്ച് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ ചേട്ടൻ ഇഷ്ടമായതുകൊണ്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ഗ്ലൗസാണ്. അപ്പോൾ അത് ഈ പർപ്പസിന് ഉപയോഗിക്കാൻ എന്നിട്ടാണ് ചേട്ടൻ ഇത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ ഞാൻ പറ്റാവുന്ന കുറേയൊക്കെ കഴുകി വെച്ചിട്ട് വന്നേ. ഇനി കഴുകി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോരും. കാരണം പരമാവധി മക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പണിയൊക്കെ അവിടെ ഇട്ടിട്ട് അത് പിന്നെ ചെയ്യാമല്ലോ, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ക്ലാസ്സിലേക്ക് പോകണതിൻ്റെ ഒരു തിക്കും തിരക്കും ബഹളമാണ്. അതിനി അവർ എത്ര വലുതായാലും പോകുന്ന നേരത്തെ ഒരു ബഹളമൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് ക്ലാസ്സിലെ ടൈമിനൊക്കെ ആയിട്ട് അവർ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം അവിടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഒന്ന് ഇരിക്കും. പിന്നെ ഫോണൊക്കെ നോക്കി ഒന്ന് റിലാക്സ് ആയിട്ട് ഏകദേശം ഒരു 9:15 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നതിന് മുൻപ് തുണി വാഷ് ചെയ്യാനിടുന്ന ദിവസം ആ തുണികൾ വാഷ് ചെയ്യാനിടും. മിക്ക ദിവസവും മെഷീനിലാണ് നമ്മൾ വാഷ് ചെയ്യണത്. മിക്ക ദിവസം അലക്കാനുണ്ടാവും. ചിലപ്പോൾ തുണി കുറവാണെങ്കിൽ മെഷീനിൽ ഒരു ലോഡ് തുണി ആവണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇല്ലാത്തത് കൊണ്ട് അലക്കാനിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ആണ് ഇന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞാൻ വീട് അടിച്ച് വാരിയിടൽ മാത്രമേ ചെയ്യണുള്ളൂ. ഞാൻ ഒരു ദിവസം അടിച്ച് വാരാണെങ്കിൽ അടുത്ത ദിവസം തുടയ്ക്കും. ആ രീതിയിലാണ് ചെയ്യുക. കാരണം വീഡിയോയും കൂടി ചെയ്യണോണ്ട് സംഭവം ടൈം കുറച്ച് മതി. ഈ രണ്ടും കൂടി ഇപ്പോൾ ഒരു പണി ചെയ്താൽ പിന്നെ അടുത്തത് ചെയ്യാൻ തട്ട് ബുദ്ധിമുട്ടെന്ന് തോന്നും. പക്ഷേ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടണു അത് വെച്ചിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസം കണ്ടില്ലേ, വീഡിയോ ഭയങ്കര കുറവാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തിരക്ക് വരുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല. കാരണം വീട്ടിൽ വേറെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സേവ് ചെയ്താലാണ് എനിക്ക് എൻ്റെ അവിടെ കൂടെ വീഡിയോ ചെയ്യൽ, എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിനി ഓരോ റൂമുകളായിട്ടും ഒതുക്കാനുള്ളതൊക്കെ ഒന്ന് വേഗം ഒതുക്കി വെച്ച് എല്ലാ റൂമും ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാചക പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേക്കില്ലേ,
അപ്പോൾ ഭയങ്കര മടിയാട്ടോ. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നിർത്തിയിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക മടിയാണ്. എനിക്ക് മക്കൾ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്നതിൻ്റെ റീസൺ കൊണ്ടാണ് ഞാൻ വേഗം പണികൾ, അതായത് പാചക പരിപാടി വേഗം ചെയ്ത് തീർക്കണേ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പണ്ടൊക്കെ ഈ രാവിലത്തെ കുറച്ച് ബഹളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങുക. അത് കഴിഞ്ഞ് ഏകദേശം ഉച്ച വരെ പണി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു മടുപ്പാണ്, ഫുൾ ടൈം പണിയെടുക്കുന്ന ഒരു ഫീലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാലത്ത് തന്നെ പാചക പരിപാടി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി. കാരണം ഫുഡ് എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എക്സ്ട്രാ പണികളാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ നമുക്ക് സമാധാനത്തിൽ ചെയ്യേണ്ട പണികളുള്ളൂ. അങ്ങനെ ഞാൻ ലാസ്റ്റ് മക്കളുടെ റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം നല്ല ഭംഗിയായിട്ട് ഒതുക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം വന്നപ്പോഴേക്കും തുണികൾ മടക്കി വെച്ച് ഒന്നും എടുത്ത് വെച്ചില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അവർ കുറേയൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് ആവില്ല. നമ്മളമ്മമാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ തുണികൾ ഇങ്ങനെ മടക്കി വെച്ചാൽ കുറച്ച് ദിവസം അത് അവിടെ കസാരമയ്ക്ക് വെക്കും, ഉറങ്ങാൻ നേരം ആകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വെക്കും, അങ്ങോട്ട് വെക്കും. അങ്ങനെ ഒരാഴ്ച കഴിയും ഈ തുണിയൊന്നും അൽമാരയിലേക്ക് കയറണമെങ്കിൽ. അതുകൊണ്ട് അത് അവിടെ അൽമാരയിൽ ഞാൻ ഇങ്ങനെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒതുക്കിയിട്ടൊക്കെ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും സൂപ്പറായിട്ട്. അപ്പോൾ അവരും ഒതുക്കാനൊക്കെ സഹായിക്കും കേട്ടോ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും പഠിക്കാനുള്ള തിരക്കും പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ആകെ തലകുത്തി മറയും. ഇപ്പം എന്തായാലും നല്ല സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അപ്പച്ചൻ അമ്മച്ചി റൂമിലും കൂടി വന്ന് അവിടെയും കൂടി അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. വീഡിയോ പിടിക്കലും എല്ലാം കൂടി ആയപ്പോഴേക്കും ലാസ്റ്റ് നമ്മുടെ കിച്ചണിലും കൂടി വന്ന് ഞാനിവിടെ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്കൊന്ന് പോയി ഫ്രഷ് ആവാം. അന്ന് ഫ്രഷായി വന്നാലാണ് നമുക്ക് വീഡിയോയുടെ എഡിറ്റിങ് കാര്യമൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി എനർജി കിട്ടുള്ളൂ. കാരണം ഇപ്പോഴൊക്കെ ഏകദേശം നമ്മൾ ടയേർഡായി. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പരമാവധി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല കാര്യം. ആക്റ്റീവായിട്ട് എത്രത്തോളം നമ്മൾ ഇരിക്കുന്നു മൈൻഡ് ഫ്രഷ് ആയിരിക്കും, സ്ട്രെസ്സ് കുറവായിരിക്കും. നമ്മൾ കുറേ നാൾ നന്നായിട്ട് അതായത് റെസ്റ്റ് എടുക്കും വേണം കേട്ടോ. അത് വിചാരിച്ചിട്ട് മടി പിടിച്ച് എപ്പോഴും ഇരിക്കാനും പാടില്ല. പണ്ടുള്ളവരൊക്കെ അത്യാവശ്യം എപ്പോഴും ആക്റ്റീവായിരുന്നു. അതാണ് അവരുടെ എനർജിയുടെ ഒരു മെയിൻ റീസൺ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ തന്നെ മുൻപ് ഞാൻ മേടിച്ചിട്ടുണ്ട്, കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ മേടിച്ചത്. ഇത് 300 രൂപയാണ് വില വരണേ. 2 പാക്കാണ്. ഇങ്ങനെ നീളമുള്ളൊരു പീസും ഒരു ചെറുതും. ഇതിൻ്റെ പല കളർ വേരിയേഷനിലും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വെള്ളം നന്നായി അബ്സോർബ് ചെയ്യും. അതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. പൊടി വല്ലാതെ ഇതിലേക്ക് പിടിച്ചിരിക്കില്ല. പൊടി ഇങ്ങനെ മുകളിൽ തരിതരിയായിട്ട് കിടക്കുള്ളൂ. നമ്മൾ കുടഞ്ഞ് കളയണം അല്ലെങ്കിൽ അടിച്ച് കളയണം. സാധാരണ ചവിട്ടിയുടെ പോലെയല്ല. പിന്നത്തെ കാര്യം ഇത് വാഷ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് കുത്തിപ്പിഴിഞ്ഞ് ഉരച്ച് കഴുകുക അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഇത് കേട് വന്നു പോകും. അപ്പോൾ ഇത് കഴുകാനായിട്ട് നിങ്ങൾ വെള്ളം ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോപ്പും വെള്ളം ഇതിന് മുകളിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകി എടുക്കുക. കുറേയിട്ട് ഉരയ്ക്കാതെ. വേണമെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഉപയോഗിച്ച് പതുക്കെ അത് തുടയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് അഴുക്ക് പോയി കിട്ടും. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് സ്ക്രീനിൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിനി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. പണികളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി. ഇനി വീഡിയോയുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാവും വേറെ എന്തെങ്കിലും വീട്ടിൽ തിരക്ക് വരുമ്പോൾ ഇത് ബ്രേക്കായി പോട്ടാ. ചില സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിന് ഇരുന്നിട്ടാണ് ചെയ്യണേ. കാരണം ഇടയ്ക്ക് ഫോൺ എടുത്ത് വേറെ കാര്യങ്ങൾ നോക്കാൻ പോയാൽ പിന്നെ ഇത് അവിടെ കെടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് 1 മണിക്കൂർ ഒരു 11:30 ആയപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നിർത്തി. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഒതുക്കാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂട്ടോ. അപ്പോൾ ഞാൻ മക്കളുടെ റൂമിലൊരു ഈ ഹെയർ ക്ലിപ്പ്, ഹെയർ ബോ ഒക്കെ വെക്കുന്ന ഒരു ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു 6-7 മാസം മുമ്പ് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതൊന്ന് അലങ്കോലമായിട്ടുണ്ടാകും മൊത്തത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ഇന്നോട് ഒതുക്കി വെക്കാമെന്ന്. ഈ ഒതുക്കലൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യേണ്ടതാട്ടോ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഒതുക്കാനും വെക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വല്ലയിടത്തും ഒതുക്കുക അതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒതുക്കും വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ മക്കളുടെയൊക്കെ ക്ലിപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ആക്സസറീസൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒതുക്കിയൊക്കെ വെക്കുക. അവരുടെ കുഞ്ഞിലേ തൊട്ടുള്ള സ്ലൈഡുകളെല്ലാം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുക. ഇതൊരു ഓർഗനൈസറാട്ടോ. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഓൺലൈനിൽ മേടിച്ചതാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ വേറെ പണികൾക്ക് പോയില്ല. കാരണം വീഡിയോയുടെ പണി ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങോട്ട് തിരിച്ച് വന്ന് ബാക്കിയുള്ള എഡിറ്റിങ് കാര്യങ്ങളും സൗണ്ട് കൊടുക്കൽ അതൊക്കെ ചെയ്യുകയാണ്. 1 മണി വരെ മാക്സിമം ഇരിക്കും. 1 മണിയാകുമ്പോൾ കൃത്യം ലഞ്ച് കഴിക്കണം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പച്ചനമ്മച്ചൊക്കെ ടൈം ആകുമ്പോൾ 1 മണിയാകുമ്പോഴേക്കും കഴിക്കും ഫുഡ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം പ്രായമായൊരു വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ ടൈമിംഗ് അനുസരിച്ച് നമ്മളും കൃത്യനിഷ്ഠമായിട്ട് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ നമ്മളും മടി പിടിച്ച് ചിലപ്പോൾ അവിടെ 2 മണി വരെയൊക്കെ ഇരിക്കാം. കാരണം നമുക്ക് ജോലികൾ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള എഡിറ്റിംഗ് പണികൾ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും.
അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ വരെ ഈവനിങ് റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള ഈവനിങ് റൂട്ടീനൊക്കെ ഞാൻ വഴിയെ വീഡിയോസായിട്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.